എങ്ങനെയുണ്ട് അവരൊക്കെ ഗെയിമൊക്കെ എങ്ങനെയുണ്ട്? ഇനി ആരുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞു എൻ്റെ ബിഗ് ബോസ് അവസാനിച്ചു. 2 ദിവസം മുമ്പേ അവസാനിച്ചു. എൻ്റെ വിന്നർ ജാസ്മിൻ്റെ ഗെയിം എങ്ങനെയുണ്ട്? അയ്യോ അവള് കാരണം TV തുറക്കാൻ വയ്യ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പോൾ നന്നായി കളിക്കും. അതല്ല എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഇതൊക്കെ ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അവളുടെ വായിൽ വരുന്ന വാക്കുകൾ കുടുംബ പ്രേക്ഷകരായി ഇന്ന് കാണാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മയ്ക്കൊക്കെ അവളെ കാണുമ്പോൾ ദേഷ്യമാണ്. ലൈക്ക് അവളുടെ സംസാര രീതി, പിന്നെ ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളവരുടെ പേര് പറഞ്ഞ് എടുത്ത് പറയേണ്ട ആവശ്യമാണ്. അവരുടെ എക്സ് കൺസിസ്റ്റൻ്റ് ആണ്. പക്ഷെ പിന്നെ ഇപ്പോൾ പുറത്തുള്ള കാര്യം വെച്ചാൽ ഒരാൾ ഇതായിരിക്കും ഉള്ളിലുള്ള കാര്യം. പക്ഷെ ആസ് എ ഗെയിമർ അവിടെ നല്ല ഗെയിം, അതായത് ഇപ്പം നന്നായി കളിക്കുന്നതാണ്. എൻ്റെ പേരിനാണെങ്കിൽ സിജോ ബ്രോ ആയിരുന്നു നന്നായി കളിക്കുന്നത്. കാരണം സിജോ ഈ ഒരു ഗെയിം ഒരു സർവൈവൽ ഗെയിമാണല്ലോ. സർവൈവൽ ഗെയിം എന്ന് പറയുമ്പോൾ സർവൈവ് ചെയ്തിട്ട് എത്ര കാലം മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഈ സർവൈവൽ ഗെയിമിൽ സർവൈവ് ചെയ്ത് നമ്മളൊരു പുള്ളി തന്നെയാണല്ലോ. പുള്ളിക്കത് ഇത്രയും വലിയ റിസ്ക് നടന്നു. ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് പല കമൻറ്റ് ബോക്സുകളും പുള്ളിക്ക് ആടിയിട്ടത് പോരാ. ഇത്രത്തോളം സൈബർ ബുള്ളിങ് ചെയ്യുമ്പോൾ പുള്ളി എന്ത് തെറ്റ് ചെയ്തു? പുള്ളി നമ്മളെപ്പോഴും മനുഷ്യനാണ്. എനിക്ക് അത്രയും വിഷമം അതൊക്കെ കണ്ടിട്ട് ചില സമയത്ത് നമുക്ക് സങ്കടം വരും. കാരണം ഒരു മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഇവിടെ ഉള്ളത്. കാരണം മറ്റുള്ളവരെ ആരാധിക്കാം, പക്ഷെ വേറൊരാൾ ഇത്രയും ക്രൂരമായിട്ടുള്ള കമൻസ് കൊണ്ട് വിഷമിപ്പിക്കണം. അപ്പൊ പുള്ളി വന്നാലും പുള്ളി കാണുമ്പോൾ ഇതായിരിക്കും കാണാൻ സിജോ ഒരിക്കലും ചെയ്യില്ല. എനിക്ക് തോന്നുന്നു സിജോ വന്ന പുള്ളിനെ പോയി കണ്ട് ക്ഷയിക്കാൻ കൊടുക്കണം. കാരണം സിജോയുടെ ഒരു മനസ്സ് അവിടെ തന്നെ കണ്ടിട്ട് കുറേ പേര് പറഞ്ഞു പുള്ളി നന്മമരം കളിക്കാൻ വേണ്ടി അങ്ങനെ പറയണമെന്ന്. പക്ഷെ പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ്. കാരണം പലരും നമ്മളിപ്പോൾ ഒരു ആർട്ടിൽ നമ്മൾ കേട്ടെടുത്തോളം പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ്. പുള്ളി എല്ലാവരോടും ഭയങ്കര ഗെയിം ആസ് എ പേഴ്സൺ പുള്ളി എന്താണ് ഭയങ്കര എല്ലാവരോടും ഭയങ്കര ഓക്കെ. അത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പുള്ളികൾ എവിക്റ്റ് ആയപ്പോൾ പുള്ളി ചിരിച്ചിട്ട് ഇറങ്ങിയാൽ. സത്യം പറഞ്ഞു ഞാൻ വരെ പുള്ളിയുടെ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. കരച്ചിലും നമ്മളൊക്കെ പല ഫുഡ് പോലും കഴിച്ചിട്ടുള്ള ആലോചിച്ചിട്ട്. പക്ഷേ പുള്ളി ഇന്നലെ ആലോചിച്ചിട്ട് തന്ന ആ സ്പീച്ച് അത് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് തന്നു. പുള്ളിയുടെ ആ സ്പീച്ച് ഞങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നു. ഞാൻ അതുപോലെ ഒരു വ്യക്തിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനു മുമ്പും പലരും ഇറങ്ങിപ്പോയപ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഞങ്ങളായ ഫാൻസിന് ഒരു സപ്പോർട്ട് തരുന്നു. വരട്ടെ കാണാൻ പറ്റട്ടെ. ഇങ്ങനെ നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. ആരും പഠിച്ചാൽ എനിക്ക് കിട്ടില്ലല്ലോ. ആരെങ്കിലും അടിക്കട്ടെ. അല്ല അടിക്കട്ടെ, യോഗ്യതയുള്ളവർ അടിക്കട്ടെ. രണ്ട് നമ്മളിപ്പോ ഒരാൾ ഇന്നത് അടിക്കുന്നു പറഞ്ഞതല്ലോ. അത് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോരുത്തരെ ഔട്ടായി പോകണം എന്ന് മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ കപ്പടിക്കാൻ പോകുമ്പോൾ നമ്മൾ ചിന്ത ചേട്ടൻ ജാസ്മിൻ ചേച്ചി കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ വേറെ ആളടിച്ചതിനൊന്നും പറയില്ല. നമുക്ക് വിചാരിച്ചിട്ട് ഒറ്റയടിക്ക് മാറിപ്പോലേ. നിങ്ങളും കുറച്ചിങ്ങനെ ആലോചിച്ച് നിന്നോ. ചില വേറെ വല്ലവരാവും കപ്പടിക്കുക. വിജയിച്ചോ? വിജയിച്ചിട്ടുണ്ടാവും. പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് അവര് തമ്മിൽ ഫ്രണ്ട്സാണ്. പക്ഷേ നല്ല വിഷമമുണ്ടോ? സാഹചര്യം പിന്നെ പെട്ടി എടുത്തിട്ടാണല്ലോ ഇറങ്ങിയത്. അടുത്ത് പിന്നെ ആളുടെ ഗെയിം ഇറങ്ങി. സിജോ ചേട്ടൻ പറഞ്ഞൊരു വ്യക്തിയല്ലായിരുന്നു. നിങ്ങൾക്കറിയാലോ സിജോ ചേട്ടൻ ടോപ്പ് 5 വരേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇറങ്ങിയപ്പോൾ സങ്കടമുണ്ട്. അടിപൊളി ചേട്ടാ. ചേഞ്ച് എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ തിരിച്ചു ബിഗ് ബോസിലെ ആൾക്കാരല്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കേണ്ട അതൊക്കെ വലിയ കാര്യമില്ല. എനിക്ക് വലിയ സന്തോഷം. ഇഷ്ടമല്ലേ ഉദ്ഘാടനം ഒന്നുമില്ല. പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം ഇല്ല. ഞാനിവിടെ കിടന്നവരൊക്കെ കൂടെ ഇതാക്കുമ്പോൾ ഞാൻ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഇടയിൽ ചെയ്തോണ്ടിരിക്കുമ്പോ എന്നെ ഇടയിൽ കൂടെ വന്നായിരുന്നു. ശരിക്കും സിജോ ഇപ്പൊ ഔട്ടാവേണ്ട ഒരു പേഴ്സൺ ആയിരുന്നു. എന്താ അഭിപ്രായം? എന്താ ഇപ്പത്തെ നമ്മുടെ മലയാളി മനസ്സുകളുടെ ഒരു സപ്പോർട്ടൊക്കെ കണ്ടിട്ട് ജിന്നപ്പം കപ്പടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പറയാനില്ല. അല്ല യോഗ്യതയുള്ളവരടിക്കട്ടെ. സീക്രട്ട് ഏജന്റിന്റെ ചാനലാണ് അല്ലേ? യോഗ്യതയുള്ളവരടിക്കട്ടെ. എപ്പോഴാണ് ബിഗ് ബോസിന് എപ്പോഴാണ് ഇറങ്ങിയത്? ഓ ചിന്തമായി.
ബിഗ് ബോസിന് അറിയുമ്പോൾ സുഖമായിരുന്നില്ല സായി? അല്ല സിജോ പോകുന്നപ്പോ സായിയുടെ അഭിപ്രായം ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു? സങ്കടം എന്താണ് എന്താണ് കാരണം? എന്താണ് കാരണം? നിങ്ങൾ രണ്ടുപേരും കൂടെ കയറി നിൽക്കും വേണ്ടി നന്ദന കയറി നിന്നോ വേണ്ടി ചേട്ടാ ഞാൻ നന്ദി നല്ല ഹൈറ്റ് ഒന്ന് ചേർന്ന് നിൽക്കാവോ ഒന്ന് ചേർന്ന് നിൽക്കാവോ കീറിയതാണ് വരുമ്പോ പുതിയ തീർത്തതാണ് റേറ്റ് പറയാൻ നിങ്ങൾ ബോധം വരുമ്പോ എടുത്ത് കാട്ടോ കഷ്ടം കീറിയിട്ട് അത് പൊളിച്ചിട്ട് സായിബ്രോ 5 ലക്ഷം കയ്യിൽ കിട്ടിയായിരുന്നോ 5 ലക്ഷം കയ്യിൽ കിട്ടിയായിരുന്നോ പിന്നെ ബാങ്ക് വഴിയായിരിക്കും പറഞ്ഞല്ലേ ആ പെട്ടിക്കകത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് വെറുതെ വെച്ചിരിക്കുന്നതല്ലേ ബാക്കിയൊക്കെ അക്കൗണ്ട് ത്രൂ ആയിരിക്കും ചെയ്യുക അല്ലേ എല്ലാ പേയ്മെന്റ്സും അങ്ങനെ ചെയ്യുമല്ലോ എന്നാ പോണേ ഫൈനലിന് എന്റെ പൊന്ന് ബ്രോ ഇതിനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും ഇങ്ങനൊരു എവിക്ഷന് പുറത്തു പോകേണ്ട വ്യക്തിയല്ലായിരുന്നു ഇദ്ദേഹം നിലവിൽ ഞാൻ പറയാം എൻ്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിൻ്റെ മുൻ കണ്ടസ്റ്റൻസ് പലരും എന്നോട് സംവദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അവർ പുറത്ത് പറയാൻ പറ്റത്തില്ല എന്താണ് ഇത് സംഭവിച്ചതെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും പേര് പറഞ്ഞ ശരിയല്ല ഇതെന്നതാണെന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറയാം ഒരു സാധനം നിങ്ങൾ നല്ല ഹിറ്റ് തരാം. ബാനേജ് ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങി പോയ ഒരു ടീംസ് ഒരു ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നു. ആ ചർച്ച നടന്ന പല വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. അത് പലരെയും കൈ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ആഴ്ചകളിൽ പലരും സംസാരിക്കും. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഇതിൽ കൂടെ ഞാൻ പറഞ്ഞില്ല. അതായത് ബാനേജ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി ആരാന്ന് ഞാൻ പറയുന്നില്ല. ബാനേജ് ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ സീസണിലും കഴിഞ്ഞ 3 സീസണിലൊക്കെ ആയിട്ട് പുറത്താക്കിയ പലരും ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ക്ലിപ്പുകൾ പലരും കൈ കിട്ടിയിട്ടുണ്ട്. അത് പലരും മറ്റേ എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ മതി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് പലരും ഈ ക്ലിപ്പുകളായിട്ട് വരുന്നെങ്കിൽ അതിനൊരു ഹിന്റ് ഞാനിപ്പോൾ തന്നു എന്ന് കരുതിയാൽ മതി. അങ്ങനെ പലതും വ്യക്തമാവും നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ബിഗ് ബോസിൽ വിന്നറാവുക? അത് ഞാൻ പറയുന്നു. കാര്യം അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അയാൾ വിന്നറാവും. അല്ല നിങ്ങൾ ഓൾറെഡി പറഞ്ഞത് പ്ലാൻ ചെയ്തിട്ടാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നുകൂടെ പറയാം. ഒരു വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടെങ്കിലും ബിഗ് ബോസ് കരുതുക ഇന്നാക്കാണ് കൈക്കലിന് കൊടുക്കാൻ അയാൾക്ക് കൊടുത്താൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പോയിരുന്ന എണ്ണയെ തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇവർ പറഞ്ഞ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനാണ് ഇത് ഓഡിറ്റ് കൊടുത്തിരിക്കുന്നത് മറ്റേത് മറിച്ചെന്നൊക്കെ പറയുന്നെങ്കിലും നമുക്ക് പോയിരുന്ന ഇതിന് മാർഗ്ഗമുണ്ടോ? ഇതിനെക്കുറിച്ച് അറിയാൻ വല്ല മാർഗ്ഗമുണ്ടോ? ഒരു മാർഗ്ഗമില്ല. ഹോട്ട്സ്റ്റാർ വോട്ട് വന്നാൽ ഇവിടെ ഇലക്ഷന് പോയിരുന്ന എണ്ണുന്ന സംഭവമല്ല ഇത്. നമുക്കൊരു മാർഗ്ഗമില്ല. വിവരാശം കൊടുത്താൽ അവർ ഇഷ്ടമുള്ളത് ഇതുവരെ തീർക്കുന്നു. നമുക്ക് എന്താ മാർഗ്ഗം? എന്താണ് അടിസ്ഥാന രേഖ? എന്താണ് മാർഗ്ഗരേഖ? ഏഷ്യാനെറ്റിന്റെ ഒരു പ്ലാനാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത് ആർക്കായിരിക്കും കൊടുക്കാൻ അവർ പ്ലാൻ ചെയ്യും? ഞാനത് പറയുന്നില്ല. അതെല്ലാവർക്കും അറിയാം. പച്ചയായ സത്യമാണ്. ഞാൻ പിന്നെ പറഞ്ഞ അതിനെക്കുറിച്ച് പറയുന്നത്. ജിൻഡോ ആണോ ജാസ്മിനാണോ? എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. അപ്പൊ ഇത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. എനിക്കറിയില്ല. അറിയാത്ത കാര്യം പറയില്ല. ശരി കേട്ടോ. താങ്ക് യു.